രചന കൺമഷി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് 8,000 രൂപയുടെ സാരി വാങ്ങിക്കൊടുത്തില്ലേ? എനിക്കൊരു 3,000 രൂപയിലെ ഞാൻ ചോദിച്ചോളൂ. അത് തരാനത് ഇത്ര മടി? വേഗം അയക്ക്. ഇല്ലേ പിന്നെ എന്നെ കൊഞ്ചിക്കാൻ വന്നേക്കരുത്. മറുതലക്കിൽ നിന്ന് എന്തോ കേട്ടതും വേദ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ആളുടെ ആ സംഭാഷണം കേട്ടപ്പോൾ ഒരു ഉത്തരൻ വല്ലാതെ ഞെട്ടിപ്പോയി. ട്രെയിനിൽ കയറിയപ്പോൾ മുതൽ തന്നെ ഓപ്പോസിറ്റ് സീറ്റിലിരിക്കുന്ന ഈ പെൺകുട്ടിയോട് അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ കേട്ട സംഭാഷണം അവന്റെ ചിന്തകളെ പാടെ മാറ്റിമറിച്ചു. രുദ്രൻ തന്നെ മനസ്സിൽ ആലോചിച്ചു, ഇത്രയും വൃത്തിയുടെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണോ താൻ ഇത്രയും നേരം നോക്കിയിരുന്നു? അവന്റെ ആ ചിന്ത മാറും മുമ്പേ വീണ്ടും ആ ഫോൺ ബെല്ലടിച്ചു. ഭാര്യയെ കൂടി ചുമ്മാ കറങ്ങാതെ വേഗം കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയോ. ഭാര്യയെ മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ, എന്നെയും കൂടെ ഒന്ന് സ്നേഹിക്കണം. ഇതിന് പകരം നാളെ എന്നെ റിസോർട്ടിൽ കൊണ്ടുപോകണം. അവിടെ പൂളൊക്കെ ഉണ്ടല്ലോ, അടിച്ച് പൊളിക്കണം. ഇതുകൂടി കേട്ടതോടെ രുദ്രന് ദേഷ്യം സഹിക്കാനായില്ല. താൻ ഇത്രയും നേരം ഇഷ്ടത്തോടെ നോക്കിയവൾ കല്യാണം കഴിഞ്ഞ ഒരുത്തന്റെ കൂടെ കറങ്ങാൻ നിൽക്കുന്നവളാണ് തോന്നിയപ്പോൾ അവന് സഹിച്ചില്ല. എന്ത് വൃത്തിയിട്ടവളാടി നീയൊക്കെ? കല്യാണം കഴിഞ്ഞ ഒരുത്തന്റെ കൂടെയാണ് കറങ്ങിയെടുക്കുന്നത്? രുദ്രന്റെ വാക്കുകൾ കേട്ടതും വേദവനെ തുറിച്ചു പോയിക്കൊണ്ട് പറഞ്ഞു, ദേ സൂക്ഷിച്ച് സംസാരിക്കണം, അനാവശ്യം പറയാറുണ്ടല്ലോ. നീ ഫോണിൽ പറഞ്ഞല്ല ഞാൻ കേട്ടല്ലോ. ആ വീതബന്ധത്തെ കുറിച്ച് നീ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ എങ്ങനെയുള്ളവളാണെന്ന്. വേദയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. താൻ എന്തേട്ട് നീ പറയുന്നത്? ഇനി ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് തനിക്ക് തടവും. രുദ്രൻ പരിഹാസത്തോടെ പറഞ്ഞു, ഇതുപോലെ ഓരോന്ന് ഇറങ്ങിക്കോളും ഓരോരുത്തരുടെ കുടുംബജീവിതം നശിപ്പിക്കാനായിട്ട്. നിനക്കൊക്കെ നാണമില്ലേ? ദേ സൂക്ഷിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ, എന്റെ ശരിക്കുള്ള സ്വഭാവം കാണും. നിന്റെ ശരിക്കുള്ള സ്വഭാവം ഞാനിപ്പോ കേട്ടല്ലോ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? വഴക്ക് മുഖത്തോടെ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സീറ്റിൽ നിന്നൊരാൾ ദേഷ്യത്തോടെ ഇടപെട്ടത്. ദേ എവിടെ നിന്ന് വഴക്കൂടാൻ പറ്റില്ല കേട്ടോ, ഇതൊരു ട്രെയിനാ. ഭാര്യയും ഭർത്താവും കൂടി വഴക്കൂടാ ഇറങ്ങിയിരിക്കുക. ഇതൊക്കെ വീട് പോയി പറഞ്ഞു തീർത്തൂടെ? ഇങ്ങനെ എന്റെ ഭർത്താവെന്നല്ല, എനിക്കിങ്ങനെ ഒട്ടും പരിചയമില്ല. വെറുതെ ഒരു പറയരുത്. ആൾക്കാർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് രുദ്രനും വേദയും വഴക്ക് നിർത്തി വെച്ചു. ട്രെയിൻ സ്റ്റേഷനിലെത്തിയതും വേദ തന്റെ ബാഗുമെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ആളുടെ പുറകെ തന്നെ രുദ്രനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന പ്രായമുള്ള ഒരാൾ ആളുടെ അടുത്തേക്ക് വന്നത്. അദ്ദേഹത്തെ കണ്ടതും അതുവരെ ദേഷ്യത്തിലായിരുന്ന വേദയുടെ മുഖത്ത് ചെറിയൊരു ചിരി വിടർന്നു. ഭാര്യയും ഭർത്താവും കൂടി ഞാനിവിടെ ഇല്ലാത്തപ്പോൾ കറക്കം തന്നെയായിരുന്നില്ലേ? എന്തൊക്കെയാണ്? ഭാര്യയ്ക്ക് 8,000 രൂപയുടെ സാരി വാങ്ങിക്കൊടുക്കുന്നു, റിസോർട്ടിൽ പോകുന്നു. ഇങ്ങനൊരു മകളിലും മറന്നു വച്ചാ. ഒന്നുമില്ലേലി ഇത് നിന്റെ സ്വന്തം അമ്മയിലേടി കുശുംബിക്കോതെ. പുറകിലുണ്ടായിരുന്ന രുദ്രൻ ഇത് കേട്ടു. വേദ ഫോണിൽ ഇത്രയും നേരം ദേഷ്യപ്പെട്ട് സംസാരിച്ച് ആളുടെ കാമുകനോടല്ല, സ്വന്തം അച്ഛനോടായിരുന്നു. അച്ഛനും അമ്മയും കൂടി അവളെ കൂട്ടാ കറങ്ങാൻ പോയതിന്റെ പരിഭവം. അമ്മയ്ക്ക് 8,000 രൂപക്ക് സാരി വാങ്ങിയപ്പോൾ അവൾ ചോദിച്ച 3,000 രൂപ കൊടുക്കാത്തതിന്റെ ദേഷ്യവുമായിരുന്നു അവൾ ആ ഫോൺ കോളിൽ പ്രകടിപ്പിച്ചത്. സത്യം മനസ്സിലായതും രുദ്രനാകെ ചമ്മിപ്പോയി. അച്ഛനോട് സംസാരിക്കുന്നതിനിടയിൽ വേദ തിരിഞ്ഞ് രുദ്രനെ നോക്കി. അവളുടെ ആ നോട്ടത്തിൽ പരിഹാസവും പുച്ഛവും നിറഞ്ഞിരുന്നു. പെട്ടെന്നാണ് വേദയുടെ അച്ഛൻ മാധവൻ രുദ്രനെ ശ്രദ്ധിച്ച് അതേ അത്ഭുതത്തോടെ അവൻ നോക്കി വിളിച്ചു. രുദ്രനല്ലേ അത്? ആ സാറിന്റെ ഇവിടെ? ഞാൻ മോളെ കൂട്ടാൻ വന്നാ. അവള് വെക്കേഷൻ ആയതുകൊണ്ട് എന്റെ അനിയന്റെ വീട്ടിൽ നിൽക്കാൻ പോയതാ. ഇവളെ കൂടാ കറങ്ങിയിരുന്നതിന് പരാതി പറയപ്പോ തുടർന്ന് അദ്ദേഹം വേദയ്ക്ക് രുദ്രനെ പരിചയപ്പെടുത്തി. വേദ, ഇത് രുദ്രൻ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഇവൻ. ഫസ്റ്റ് റാങ്കുകാരനും ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ആയിരുന്നു. രുദ്ര, നീ എന്താ ഇവിടെ? രുദ്രൻ വിനയത്തോടെ പറഞ്ഞു. ആ സർ, ഞങ്ങൾ ട്രെയിനിൽ വെച്ചൊന്ന് പരിചയപ്പെട്ടതായിരുന്നു. എനിക്കിവിടെ അടുത്തുള്ള ആദ്യകിരൺ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി സാർ. ജോയിൻ ചെയ്യാൻ വന്നാ ഞാൻ. അത് കേട്ടതും മാധവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഓ, വേദ ആ കോളേജിലാണ് MCOM പഠിക്കുന്നത്. രുദ്രൻ വേദയെ നോക്കി. ആ, ഞാനൊരു ഡിപ്പാർട്ട്മെന്റില്ല, അപ്പൊ നമുക്ക് കാണാം. വേദയാണെങ്കിൽ യാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്ന ഭാഗത്തിൽ, രുദ്രനാണെങ്കിൽ മോനെ മനസ്സിലൊരു തട്ടിലിട്ട് പൊട്ടി എന്ന ഭാഗത്തിലുമായിരുന്നു. മാധവൻ രുദ്രനോട് ചോദിച്ചു, മോനെ നീ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? അറിയില്ല സാർ, എവിടെയെങ്കിലും വാടകയ്ക്ക് ഒരു വീട് കിട്ടുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിലേ ഞങ്ങളുടെ വീടിന്റെ മുകളിലത്തെ നില ഒഴിവാ, പുറത്തുനിന്ന് സെപ്പറേറ്റ് സ്റ്റെയർ കേസും ഉണ്ട്. രുദ്ര, വേണമെങ്കിൽ നീ അവിടെ താമസിച്ചോളൂ. എന്തായാലും ആർക്കെങ്കിലും വാടക കൊടുക്കാന്ന് കരുതിയിരുന്ന നിന്നെ പോലെ ഒരാൾ വരുന്നത് തന്നെയാ നല്ലത്. രുദ്രൻ സന്തോഷത്തോടെ തലയാട്ടി. ആ ഓക്കെ സാർ, ഞാനവിടെ താമസിക്കാം. അതുകൂടെ കേട്ടതും വേദ ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ വീണ്ടും പെട്ടു എന്ന ഭാഗത്തിലും രുദ്രൻ മോനെ മനസ്സിൽ വീണ്ടും ലഡുപൊട്ടി എന്ന ഭാഗത്തിലും നിന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ അച്ഛൻ വേദയുടെ പഠനത്തെക്കുറിച്ച് ആകുലതയോടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതേ രുദ്രനോട് ചോദിച്ചു. രുദ്ര, കഴിഞ്ഞ സെമ്മിൽ ഇവൾക്ക് മാർക്ക് വളരെ കുറവാ. നീ ഒന്ന് ട്യൂഷൻ എടുത്ത് കൊടുക്കും ഇവൾക്ക്. ഒരു പ്രൊഫസറുടെ മകളായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാ എനിക്ക് അതിന്റെ നാണക്കേട്. ഞാൻ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ഇവൾ ഒട്ടും ഗൗരവത്തോടെ എടുക്കില്ല. നിന്റെ അടുത്താകുമ്പോൾ അവൾക്കൊരു പേടിയും ബഹുമാനമൊക്കെ ഉണ്ടാവും. രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ സർ, ഇവളുടെ കാര്യം ഞാനേറ്റു.
രുദ്രന്റെ ആ മറുപടി കേട്ടതും വേദം ഞെട്ടിപ്പോയി. ആൾ മനസ്സിലോർത്തു, ദൈവമേ, എടിവെട്ടിയവനെ പാമ്പ് അടിച്ച് ഹോസ്പിറ്റലിൽ പോകും വഴി വണ്ടി ഇടിച്ച് തട്ടിപ്പോയി എന്ന് പറഞ്ഞ പോലെ ആയില്ലോ എന്റെ അവസ്ഥ. ഈ മനുഷ്യൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാ, വീട്ടിൽ വാടകക്കാരനാ, ഇപ്പൊ ട്യൂഷൻ മാഷും. ഞാൻ ശരിക്കും പെട്ടുപോയി. ഇനി എനിക്കൊരു രക്ഷയും ഇല്ല. വീട്ടിലെത്തിയതും മാധവൻ രുദ്രനെ മുകൾ നിലയിലേക്കാക്കി. വൈകുന്നേരം രുദ്രൻ താഴേക്ക് വന്നു. അവൻ വേദയുടെ ഗൗരവത്തിൽ പറഞ്ഞു, നാളെ കോളേജ് തുറക്കുന്നത്. ഏതായാലും ഞാൻ ഇന്നൊന്ന് റിവിഷൻ ചെയ്യാം. നിനക്ക് പഠിച്ചതിലെത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. വേദ അന്തം വിട്ടുപോയി. ഇന്നോ? ഇപ്പൊ തന്നെ ക്ലാസ്സോ? എനിക്കൊരു സമാധാനവും ഇല്ലല്ലോ. ആൾ അസ്വസ്ഥയോടെ ചോദിച്ചു. നീ ഫൈനൽ ഇയർ PG സ്റ്റുഡന്റ് അല്ലേ? നിന്റെ നിലവാരം ഒന്ന് പരിശോധിക്കണല്ലോ. വാ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. രുദ്രൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വേദയിൽ നിന്നൊരു മറുപടിയും കിട്ടിയില്ല. രുദ്രൻ ദേഷ്യം അടക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ക്ഷമ നശിച്ചു. വേദ, നീ ഫൈനൽ ഇയർ PG കുടിക്കുന്ന ഒരു പെൺകുട്ടിയാണോ അതോ 10ാം ക്ലാസ്സിൽ തോറ്റ പെണ്ണോ? ഇത്രയും ലളിതമായ കാര്യങ്ങൾ പോലും നിനക്ക് അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കോളേജിൽ പോകുന്നത്? വെക്കേഷൻ ആയതുകൊണ്ട് എനിക്കതൊന്നും ഓർമ്മയില്ല. പിന്നെ നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും നിങ്ങളെ പോലെ ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നില്ലല്ലോ. ആൾ തിരിച്ചടിച്ചു. രുദ്രൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ശരിക്ക് പഠിച്ചാണെങ്കിൽ എത്ര മാസം കഴിഞ്ഞാലും മറക്കില്ല. പഠിക്കാൻ കഴിയില്ലാത്തോണ്ടല്ലോ. നീ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? ആദ്യത്തെ സെമ്മിലൊക്കെ നിനക്ക് നല്ല മാർക്കുണ്ടല്ലോ. കഴിഞ്ഞ സെമ്മിൽ വെറുതെ കറങ്ങിയിടന്ന് ഉഴപ്പിയിട്ടല്ലേ? ആരും ദേഷ്യത്തോടെ തന്റെ പുസ്തകങ്ങൾ വാരിപ്പറിക്ക് എഴുന്നേറ്റു. ഞാൻ പോവാ. നിങ്ങൾ പോലെ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ ചുമ്മാ ഷോ കാണിക്കേണ്ട. വേദയും ദേഷ്യത്തോടെ പറഞ്ഞു. ശരി, ഇവിടെ നിന്ന് നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് നിർബന്ധമില്ല. പക്ഷേ കോളേജിൽ വെച്ച് എൻ്റെ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുമ്പോൾ ഇന്ന് കാണിച്ച ഈ അഹങ്കാരം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അവിടുത്തെ നിയമങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും. അപ്പോൾ ഇത്രയും ഷോ കാണിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതും പറഞ്ഞ് രുദ്രൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. വേദ അവിടെ പകച്ചുപോയി നിന്നു. കോളേജിൽ വെച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഭയം ആദ്യമായി അവിടെ ഉള്ളിൽ പതുക്കെ വേരൂന്നി തുടങ്ങി. രുദ്രൻ പുറത്തേക്ക് പോകുമ്പോൾ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. എടി കാന്താരി മുളകെ, നിന്റെ അടുത്ത് റൊമാൻസിനേക്കാളും നല്ലത് ഈ കലിപ്പ് തന്നെയാ. നിന്നെ പഠിപ്പിക്കാൻ ഈ കലിപ്പ് തന്നെയാ മരുന്ന്. നിന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ക്ലാസ് തുടങ്ങിയ ദിവസം രുദ്രൻ ക്ലാസ്സിലേക്ക് നടന്നു വരുമ്പോൾ കണ്ട കാഴ്ച അവന്റെ ഉള്ളിലെ കലിപ്പ് ഇരട്ടിയാക്കി. ക്ലാസ്സിന് പുറത്ത് വിവേകിനോട് വളരെ ചേർന്ന് നിന്ന് വേദ ചിരിച്ച് സംസാരിക്കുന്നു. രുദ്രൻ അത് വലിയൊരു അസ്വസ്ഥതയായി മാറി. അവൻ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നിരുന്നു. ആ ടൈമായി, എത്തിൻ. ആൾ പതിവ് പോലെ അവസാനത്തെ ബെഞ്ചിൽ വിവേകിന്റെ അടുത്തായി തന്നെ ചെന്നിരുന്നു. ക്ലാസ് തുടങ്ങിയെങ്കിലും രുദ്രന്റെ ശ്രദ്ധ മുഴുവൻ ആ അവസാന ബെഞ്ചിലായിരുന്നു. വേദയും വിവേകും തമ്മിലുള്ള രഹസ്യ സംസാരവും അവരുടെ കളിച്ചിരികൾ അവനെ വല്ലാതെ ചൊടിപ്പിച്ചു. രുദ്രൻ പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ നിർത്തി. അവൻ കടുപ്പത്തിൽ അവരെ നോക്കി. അവസാന ബെഞ്ചിലിരിക്കുന്നവരോടാ എന്താ ഇത്ര വലിയ തമാശ? വേദ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. അവൻ തന്റെ പുസ്തകം മേശപ്പുറത്ത് വെച്ച് ദേഷ്യത്തോടെ പറഞ്ഞു, ഇതൊരു ക്ലാസ് റൂമാണ്, ഗ്രൗണ്ട് അല്ല വേദ. എഴുന്നേറ്റ് കൊണ്ട് വന്നേ. ഫസ്റ്റ് ബെഞ്ചിൽ വന്നിരിക്കുക. വേദം ഞെട്ടിപ്പോയി. ആൾ പതി എഴുന്നേറ്റ് പരിങ്ങി. സോറി സർ. രുദ്ര അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ക്ലാസ്സിലേക്ക് വരുന്ന പഠിക്കാനാ, അല്ലാതെ സംസാരിക്കാനല്ല. മുന്നിൽ വന്നിരുന്ന് പഠിച്ചാൽ മതി. വേഗം ഇങ്ങോട്ട് വന്നിരിക്കുക. ആദ്യം വിമുഖത കാണിച്ചെങ്കിലും രുദ്രന്റെ തീക്ഷ്ണമായ നോട്ടത്തിനു മുമ്പിൽ വേദക്ക് വഴങ്ങേണ്ടി വന്നു. ആൾ തന്റെ പുസ്തകങ്ങളുമായി വന്ന് രുദ്രന്റെ തൊട്ടുമുമ്പിലെ ബെഞ്ചിൽ പോയിരുന്നു. ആ കാന്താരിയെ തന്റെ കൺവെട്ട് തന്നെ തളച്ചിടാൻ കഴിഞ്ഞില്ല. ഒരു തരം വിജയാനന്ദം അവന്റെ മനസ്സിൽ അലയടിച്ചു. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് രുദ്രൻ വീട്ടിലെത്തിയിട്ടും വേദ അപ്പോഴും എത്തിയിരുന്നില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ഗേറ്റിന് മുമ്പിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഒമ്പലത്തിരുന്ന രുദ്രൻ കണ്ടത് വിവേകിന്റെ ബൈക്കിൽ ചിരിച്ചും കളിച്ചും വന്നിറങ്ങുന്ന വേദയാണ്. അത് കണ്ടതും രുദ്രന്റെ ഉള്ളിലെ ദേഷ്യം ആളിക്കത്തി. വിവേക് അവളെ ചേർത്ത് പിടിച്ചെന്തോ പറയുന്ന കണ്ടതും രുദ്രന്റെ ദേഷ്യം ഇരട്ടിച്ചു. രുദ്രന്റെ ആ നോട്ടം കണ്ടതും വേദ ഒന്നുകൂടെ വിവേകിനോട് ചേർന്ന് നിന്ന് അവന്റെ മുടി ശരിയാക്കി കൊടുക്കുകയും ഷർട്ടിന്റെ മുകളിലെ ബട്ടൺസ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. രുദ്രൻ എന്തോ പറയാൻ എഴുന്നേറ്റതും വേദയുടെ അമ്മ വീണ് പുറത്തേക്ക് ഇറങ്ങി വന്നു. വിവേകിനെ കണ്ടതും അവർ സന്തോഷത്തോടെ വിളിച്ചു, ആ വിവേകമോ വന്നോ, അകത്തേക്ക് കയറ്. വേദയുടെ അമ്മ വിവേകിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രുദ്ര, ഇതാണ് എന്റെ അനിയത്തിയുടെ മോ വിവേക്. ഇവർ രണ്ടുപേരും ചെറുപ്പത്തിലാണല്ലോ കൂട്ടാ. അമ്മയുടെ ആ വാക്കുകൾ കേട്ടതും രുദ്രന്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പെട്ടെന്ന് അണഞ്ഞു. അവൻ ആശ്വാസത്തോടെയും ദീർഘനിശ്വാസം വിട്ടു. അപ്പൊ കസിൻ ബ്രദർ ആയിരുന്നല്ലേ? അവൻ മനസ്സിൽ മന്ത്രിച്ചു. അവന്റെ മുഖത്തെ കടുപ്പം മാറി ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. എങ്കിലും വേദയുടെ മുഖത്ത് കണ്ട ആ കള്ളച്ചിരി രുദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അവളെയും തുറിച്ചു നോക്കി മനസ്സിൽ പറഞ്ഞു, എടി കാന്താരി, നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ടടി. പിറ്റേന്ന് വൈകുന്നേരം വേദ സുഹൃത്തുക്കളോടൊപ്പം ഒരു പാർട്ടിക്ക് പോയി. അവിടെ വെച്ച് ഒരു സുഹൃത്ത് അവളെ നിർബന്ധിച്ച് ബിയർ ടേസ്റ്റ് ചെയ്യിക്കാൻ നോക്കി. വേദ ആദ്യം വിസമ്മതിച്ചെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അവൾ വളരെ ചെറിയൊരു സിപ്പ് കുടിച്ചു. ഉടൻ തന്നെ മുഖം ചൊളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യേ ഇതെന്തൊരു കയ്പാ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് കുടിക്കുന്നത്? എനിക്കൊന്നും വേണ്ട. അവൾ ആ ഗ്ലാസ് മാറ്റിവെച്ചു. വീട്ടിൽ തിരിച്ചെത്തി വേദയെ കാത്ത് രുദ്രൻ പുറത്തുണ്ടായിരുന്നു.
എന്താ വേദ, ട്യൂഷൻ തുടങ്ങണ്ടേ? എനിക്കൊന്നും ട്യൂഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷേ രുദ്രൻ ശാന്തമായി തന്റെ ഫോൺ അവിടെ മുന്നിലേക്ക് നീട്ടി. സ്ക്രീനിൽ വേദ ബിയർ സിപ്പ് ചെയ്യുന്ന ദൃശ്യം തെളിഞ്ഞു. വേദ ഞെട്ടിത്തെരിച്ചു പോയി. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടി? രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ പാർട്ടിയിൽ ഞാനുണ്ടായിരുന്നു. വേദ പേടിയോടെ പറഞ്ഞു. സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല സർ. അവള് നിർബന്ധിച്ചപ്പോ ഒന്ന് ടേസ്റ്റ് നോക്കിയതാ, അല്ല ഞാൻ കുടിച്ചല്ല. അച്ഛനെ കാണിക്കല്ലേ പ്ലീസ്. രുദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ ഈ വീഡിയോ കണ്ട് ആരും വിചാരിക്കുന്ന ഈ കുടിച്ചെന്നല്ലേ? എന്നിന്റെ അച്ഛന് കാണിച്ചു കൊടുത്താലോ? അയ്യോ സർ പ്ലീസ്, ചതിക്കരുത്. അച്ഛനിത് കുടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അത് ഈ കാര്യത്തിൽ മാത്രം ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ആളാ. പ്ലീസ് സർ. ആളുടെ പേടി അപേക്ഷയും കണ്ടപ്പോൾ അവനൊരു കള്ളച്ചിരിച്ചു. ശരി, ഞാൻ അച്ഛനോട് പറയില്ല. പക്ഷെ ഇനി മുതൽ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഈ അക്ഷരം പ്രതി അനുസരിക്കണം. ഒരു വാക്ക് പോലും തർക്കിക്കാൻ പാടില്ല. സമ്മതാണോ? വേദക്ക് വേറെ വഴിയിലായിരുന്നു. സമ്മതം സർ. രുദ്രം വിജയിച്ച ഭാഗത്തിൽ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു. രുദ്രം വേദയുടെ മുറിയിലെ കസേരയിൽ ഗൗരവത്തിലിരുന്നു. എടി കാന്താരി, നിനക്ക് ബോയ് ഫ്രണ്ട് വല്ലവനുണ്ടോ? സത്യം പറ. അയ്യേ, ആർക്ക് വേണം ബോയ് ഫ്രണ്ടിനെ? എന്നെ പ്രേമിക്കാൻ പറ്റിയ ഒരാളെ പോലും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. രുദ്രനൊന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അത് അവന്റെ കണ്ണുകളിൽ എത്തിയിരുന്നില്ല. അവൻ ചോദിച്ചു, ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അച്ഛനോട് പറയുന്ന കരുതിയിട്ടാണോ നീ സത്യം പറയാത്ത? വേദ ആത്മവിശ്വാസത്തോടെ തലയുയർത്തി പറഞ്ഞു. അങ്ങനെ ഒരാളെന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് തുറന്നു പറയും. ശരി ശരി, വിശ്വസിച്ചു. ക്ലാസ് തുടങ്ങാം. ഓരോ ചോദ്യത്തിന് അവൾ തെറ്റായ ഉത്തരങ്ങൾ നൽകിയപ്പോൾ രുദ്രന്റെ ക്ഷമ നശിച്ചു. കണക്കിലെ ഈ സിമ്പിൾ ഇക്വേഷൻ പോലും തെറ്റിക്കുന്നു. ഇത്രയും മടിയാണെങ്കിൽ ഇതിനൊരു പണിഷ്മെന്റ് തന്നെ വേണം. രുദ്രൻ കടുപ്പത്തിൽ പറഞ്ഞു. വേദ പരിഭ്രമത്തോടെ ചോദിച്ചു, എന്ത് പണിഷ്മെന്റ്? രുദ്രൻ അവിടെ അടുത്തേക്ക് വന്നു. കണ്ണുകളിൽ ഒരു വല്ലാത്ത ഇളക്കത്തോടെ പറഞ്ഞു, എനിക്കൊരു ഉമ്മതാ. വേദ ഞെട്ടിത്തിരിച്ചു പോയി. അവൾ പിന്നോട്ട് മാറി. എന്ത്? നിങ്ങളൊരു അധ്യാപകനല്ലേ? ഇതാണ് സാർ പഠിപ്പിക്കുന്നത്? രുദ്രൻ ശാന്തനായി അവളോട് ചേർന്ന് നിന്നു. എനിക്ക് നിന്നെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോഴേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയതാ. അപ്പൊ നീ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇതിൽ തെറ്റില്ല. സ്റ്റുഡൻ്റ് ആണെന്ന് അറിഞ്ഞ ശേഷം പ്രേമിച്ചാലേ പ്രശ്നമുള്ളൂ. വേഗം താ. വേദ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പെട്ടെന്ന് രുദ്ര ഉറക്കലറി. മാധവൻ സാർ, ഒന്നിങ്ങോട്ട് വന്നേ. വേദ പേടിച്ചു വരച്ചു. അയ്യോ വേണ്ട സാർ, ചതിക്കരുത്. വീഡിയോ കാണിക്കല്ലേ. അച്ഛൻ വേദത്തിൽ മുറിയിലേക്ക് കടന്നു വന്നു. എന്താ രുദ്ര, എന്താ പറ്റിയത്? രുദ്രൻ വേദയെ നോക്കി കള്ളിച്ചിരിയോടെ പറഞ്ഞു. സർ, ഇവള് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒട്ടും സഹകരിക്കുന്നില്ല. അച്ഛൻ വേദയെ രൂക്ഷമായി നോക്കി പറഞ്ഞു. എന്താ വേദ ഇത്? രുദ്രൻ പറയുന്നൊക്കെ അനുസരിക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യ്. വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാതെ. അതും പറഞ്ഞ അച്ഛൻ താഴേക്ക് പോയി. മുറിയിൽ അവർ രണ്ടുപേരും മാത്രമായി. രുദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കേട്ടില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോ കാണിക്കണോ അതോ ഉമ്മ തരണോ? വേദയ്ക്ക് വേറെ മാർഗമില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ വിറക്കുന്ന ചുണ്ടുകളോടെ ആൾ രുദ്രന്റെ കവിളിലൊന്ന് മുത്തി. രുദ്രൻ വിജയിച്ച ഭാഗത്തിൽ അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ആ കാന്താരിയെ വരുതിയിലാക്കിയതിന്റെ തിളക്കമുണ്ടായിരുന്നു. ഇനി ടാക്സ് പഠിക്കാം. അടുത്ത തവണ തെറ്റിച്ചാലേ പണിഷ്മെന്റ് കവിളിലായിരിക്കില്ല. അതുകൊണ്ട് മര്യാദക്ക് പഠിച്ചോ നീ. രുദ്ര ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. വേദ അപ്പോഴും വിറക്കുന്ന ചുണ്ടുകളുമായി അവനെ നോക്കി നിന്നു. അവന്റെ വാക്കുകളിൽ അർത്ഥം മനസ്സിലായ വേദ ശരിക്കും ഒന്ന് പതറി. ആളുടെ മുഖം നാണം കൊണ്ടും പേടി കൊണ്ടും ഒരുപോലെ ചുവന്നു. പിന്നീട് അങ്ങോട്ട് അതീവ ശ്രദ്ധയോടെ രുദ്രൻ പറയുന്ന ഓരോ വാക്കും അവൾ കേട്ടു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട കഠിനമായ ട്യൂഷന് ശേഷം വേദ എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. രുദ്രൻ അവിടെ നോട്ട്ബുക്ക് പരിശോധിച്ചു. എല്ലാം ശരിയാണ്. അവൻ പുസ്തകം താഴെ വെച്ച് തൃപ്തിയോടെ അവളെ നോക്കി പറഞ്ഞു. കൊള്ളാം, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നിനക്ക് കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ പണിഷ്മെന്റ് തന്ന് പഠിപ്പിച്ച നിന്റെ മാർക്ക് നല്ലോണം ഉയരും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ നിന്റെ ബാക്കി ഭാഗം നോക്കാം. തെറ്റിച്ച പണിഷ്മെന്റ് ഉണ്ടാവും. ആദ്യം പറഞ്ഞവർ എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് രാവിലെ കോളേജിൽ പോകാൻ രുദ്രൻ റെഡിയായി താഴേക്ക് വന്നപ്പോൾ വേദയും റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും വേദയുടെ അമ്മ ഒരു ചിരിയോടെ ചോദിച്ചു, രണ്ടാളും ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത്? ഒന്നിച്ച് പോയിക്കൂടെ? വേദയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു പരിഭ്രമം പടർന്നു. രുദ്രനാവട്ടെ ഈ അവസരം മുതലെടുക്കാൻ നോക്കി. അത് ശരിയാ, ഞാൻ കൊണ്ടുവിട്ടോളാം. വേദക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. അവൾ പിരിവിരുത്തു. എനിക്ക് ഒറ്റക്ക് പോകാനറിയാം. പക്ഷെ അമ്മ വിട്ടില്ല. അതൊന്നും വേണ്ട, പറയുന്ന കേൾക്ക്. തനിച്ച് പോകണ്ട, നീ രുദ്രന്റെ കൂടെ പോയിക്കോ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വേദം മടിച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് രുദ്രൻ തന്നെ ബൈക്കുമായി ഗേറ്റിനരികിൽ നിൽക്കുന്നത് കണ്ട്. എന്ന് നിങ്ങൾ കാറിലല്ലേ പോകുന്നേ? പിന്നെ എന്താ ബൈക്ക്? രുദ്രൻ ഹെൽമെറ്റ് അണിഞ്ഞുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിലൊരു കുസൃതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ബൈക്കിൽ പോകാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്തു.
എന്ത്? രുദ്രന്റെ മറുപടിയായിട്ട് വേദയുടെ മുഖം ചുവന്നു. ആൾ ഒരു തരം ദേഷ്യത്തോടെ ബൈക്കിനടുത്തേക്ക് നടന്നു. ആൾ മടിച്ചു ബൈക്കിൽ കയറി. കോളേജ് വിട്ട് വൈകുന്നേരം ഇറങ്ങിയപ്പോഴും രുദ്രൻ ഒട്ടും വിട്ടുപിടിക്കാൻ തയ്യാറായിരുന്നില്ല. പാർക്കിങ്ങിൽ ബുള്ളറ്റിനടുത്ത രുദ്രൻ ബസ്സിലേക്ക് നടക്കാൻ തുടങ്ങിയ വേദയെ നോക്കി കടുപ്പത്തിൽ വിളിച്ചു. വേദ വാ, ഒന്നിച്ചു പോവാ. വേദ അവനെ നോക്കി ഒട്ടും താല്പര്യമില്ലാതെ മറുപടി പറഞ്ഞു. ഞാനൊന്നും വരുന്നില്ല, ഞാൻ ബസ്സിൽ പോയിക്കോളാം. രുദ്രൻ ബുള്ളറ്റിന്റെ താക്കോല് ഇറക്കിക്കൊണ്ട് വേദയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ പതുക്കെ വേദയുടെ ചെവിയിൽ പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുന്നോ അതോ ആ വീഡിയോ നിന്റെ അച്ഛനെ കാണിക്കണോ? തീരുമാനിച്ചു. അത് കേട്ടൊന്ന് വേദയൊന്ന് പേടിച്ചു. വീഡിയോ അച്ഛൻ കണ്ടാൽ പിന്നെ തന്റെ കാര്യം തീരുമാനമാണെന്ന് അവൾക്കറിയാം. ആൾ ദേഷ്യവും പേടിയും കടിച്ചമർത്തിക്കൊണ്ട് ഒന്നും മിണ്ടാതെ ബുള്ളറ്റിന്റെ പിന്നിലേക്ക് കയറിയിരുന്നു. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവൾ മനസ്സിൽ പിറുവിറുത്തു. ഈ മനുഷ്യനെ ഞാൻ ശരിയാക്കും, ഇതുപോലെ തന്നെ ഞാൻ പണി തിരിച്ചു കൊടുക്കുന്നുണ്ട്. രുദ്രൻ മിററിലൂടെ അവളെ നോക്കി വണ്ടി മുന്നോട്ടെടുത്തു. രുദ്രന്റെ ബുള്ളറ്റ് റോഡിൽ ഒരു വലിയ കുഴിയിൽ കയറി ഒറ്റ ചാട്ടം. കുലുക്കത്തിൽ വേദ മുന്നോട്ടാഞ്ഞ് രുദ്രന്റെ ദേഹത്തേക്ക് പൂർണ്ണമായും അമർന്നുപോയി. പേടിയോടെ ആളവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. നിങ്ങളിത് മനഃപൂർവ്വം ചെയ്യുന്നല്ലേ? വേദ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. രുദ്രൻ ബുള്ളറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ മറുപടി പറഞ്ഞു. അതിന് ഞാനാണ് റോഡിൽ കുഴിയുണ്ടാക്കിയത്. ശരിക്ക് പിടിച്ചിരുന്നു, ഇല്ലെങ്കിൽ നീ വീഴും. ഇനിയും കുറെ കുഴികൾ വരാനുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് ആകാശം കറുത്ത് ശക്തമായ മഴ തുടങ്ങിയിരുന്നു. മഴയുടെ ശക്തി കൂടിയതോടെ വേദ പരിഭ്രമിച്ചു. രുദ്രൻ ചുറ്റും നോക്കി. വിജനമായൊരു വഴിയായിരുന്നത്. ദൂരെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് കണ്ടപ്പോൾ അവൻ വണ്ടി അങ്ങോട്ട് തിരിച്ചു. ആളൊഴിഞ്ഞ ആ ഷെഡിന്റെ തണലിലേക്ക് ബുള്ളറ്റ് ഒതുക്കി നിർത്തുമ്പോഴേക്കും ഇരുവരും മഴയിൽ നനഞ്ഞു കുതിർന്നിരുന്നു. വേദ പതുക്കെ ബുള്ളറ്റിൽ നിന്നിറങ്ങി ആ വെയിറ്റിംഗ് ഷെഡിന്റെ മൂലയ്ക്ക് പോയി നിന്നു. മഴയുടെ ഇരമ്പിൽ ആ വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളുമായി തണുപ്പുകൊണ്ട് വിറക്കുന്ന വേദയുടെ മുഖത്തേക്ക് രുദ്രനും നോക്കി. മഴ നനഞ്ഞ് നെറ്റിയിൽ അരസമായി ഒട്ടിക്കിടക്കുന്ന മുടികളും വിറക്കുന്ന അവളുടെ അധരങ്ങളും അവനിൽ ഒരു തരം അടങ്ങാത്ത ആഗ്രഹമുണർത്തി. രുദ്രൻ പെട്ടെന്ന് അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവന്റെ കണ്ണുകൾ വേദയുടെ ചുണ്ടുകളിൽ തങ്ങി നിന്നു. ആ തണുപ്പിലും അവന്റെ നോട്ടം അവളിൽ ഒരു ചൂട് വളർത്തി. അവൾ വല്ലാതെ വിറക്കാൻ തുടങ്ങി. എന്തിനാ വേദ ഇത്ര വിറക്കുന്നത്? ഈ തണുപ്പാണോ അതോ എന്റെ സാമീപ്യമാണോ നിന്നെ ഇങ്ങനെ വിറപ്പിക്കുന്നത്? രുദ്ര വശ്യമായ ശബ്ദത്തിൽ ചോദിച്ചു. വേദ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി. അവൾ വിറക്കുന്ന തണുപ്പ് കൊണ്ടല്ല, മറിച്ച് തന്റെ ഉള്ളിൽ പടരുന്ന വല്ലാത്തൊരു വികാരമാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. രുദ്രൻ പതിയെ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. അവളുടെ കണ്ണുകളിലെ ഭാവം അവനെ കൂടുതൽ വശീകരിച്ചു. പെട്ടെന്നാണ് രുദ്രൻ കുനിഞ്ഞ അവളുടെ അധരങ്ങളിൽ തന്റെ അധരങ്ങൾ ചേർത്ത് വെച്ചത്. ആദ്യത്തെ ആ സ്പർശനത്തിൽ വേദയൊന്ന് ഞെട്ടിപ്പോയി. ആളവനെ തള്ളി മാറ്റാൻ കൈകൾ ഉയർത്തിയെങ്കിലും രുദ്രന്റെ പിടി കൂടുതൽ മുറുകി. ആദ്യ നിമിഷം അവൾ കുതിര മാറാൻ ശ്രമിച്ചെങ്കിലും രുദ്രന്റെ ആഴമേറിയ ചുംബനത്തിനു മുമ്പിൽ വേദക്ക് പിടിച്ചു നിൽക്കാനായില്ല. പതുക്കെ അവൾ ആ ചുംബനത്തിന് വഴങ്ങി തുടങ്ങി. അവൾ തന്റെ കൈകൾ രുദ്രന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആ വിജനമായ സ്ഥലത്ത് മഴയുടെ സംഗീതത്തിനിടയിൽ അവരുടെ ആദ്യ ചുംബനം അവന്റെ പ്രണയത്തിന്റെ ആഴം അടയാളപ്പെടുത്തി. രുദ്രൻ അവളിൽ നിന്ന് പതുക്കെ അകന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. ആദ്യ ചുംബനത്തിന്റെ ആവേശവും ലഹരിയും വിട്ടുമാറുന്നതിന് മുമ്പേ തന്നെ വേദ അവന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. ദേഷ്യത്തിന്റെ മുഖം മൂടി എടുത്തണിഞ്ഞ് ചോദിച്ചു. നിങ്ങൾ എന്തേ കാണിച്ചു വെച്ച്? അതിനു മാത്രം ഞാൻ എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ലേ? ഞാൻ ഇങ്ങനെയൊന്നല്ല നിങ്ങളെ കുറിച്ച് വിചാരിച്ച്. നിങ്ങൾ എന്റെ സാറാ. രുദ്രൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ചു. ആണോ? അപ്പൊ നീ എന്നെ എതിർക്കാതിരുന്ന എന്തുകൊണ്ടാ? ഞാൻ മാത്രമല്ലല്ലോ ഇതിൽ പങ്കാളി, നീയും കൂടിയില്ലേ ഇതില്. നിന്റെ സമ്മതമില്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നിനക്കും അറിയാം. വേദാവിനെ നോക്കി തർപ്പിച്ച് പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളെല്ലാം എല്ലാം ചെയ്ത്. രുദ്രൻ അവിടെ കണ്ണിലേക്ക് നോക്കി വശ്യമായി പറഞ്ഞു. പിന്നെന്തിനാ നിന്റെ ബ്രീത്തിങ് സ്റ്റൈൽ മാറിയത്? എൻ്റെ ഷർട്ടിൽ പിടിച്ച് എന്നോട് ചേർന്ന് നിന്നത്, കണ്ണടച്ച് പിടിച്ച് ആസ്വദിച്ചത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുമോ? അപ്പോൾ നീ അത് ആഗ്രഹിച്ചിരുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഈ ദേഷ്യമൊക്കെ വെറും ഷോയാണെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടടി കാന്താരി മുളകെ. താൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന സത്യം സമ്മതിക്കാൻ ആൾക്ക് വല്ലാത്ത മടിയായിരുന്നു. ആളൊന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിന്നു. അന്ന് വീട്ടിലെത്തിയപ്പോൾ വേദക്ക് ആകെ ഒരു പരിഭ്രമമായിരുന്നു. ആ വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് നടന്ന ആദ്യ ചുംബനം ആളുടെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല. താൻ എന്താണ് ചെയ്തെന്നോർത്ത് അവൾ വല്ലാതെ പതറി. ഒന്നും ആലോചിക്കാൻ വയ്യാതെ അവൾ മുറിയിലേക്ക് ഓടിക്കയറി പുതപ്പിനുള്ളിൽ മുഖം പൂഴ്ത്തി കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അമ്മ മുറിയിലേക്ക് വന്നു.
വേദ എന്താ മോളെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. മഴ നനഞ്ഞില്ലേ അമ്മേ, ചെറിയൊരു പനി പോലെ, അതുകൊണ്ട് കിടക്കുന്ന. അമ്മ അല്പം വിഷമത്തോടെ പറഞ്ഞു. അയ്യോ, ഞാൻ വേഗം പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു പാരസിറ്റമോൾ വാങ്ങിയിട്ട് വരാം, നീ കിടന്നോ. അമ്മ പുറത്തിറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ രുദ്രൻ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന വേദയുടെ അടുത്ത് അവൻ വന്നു. എന്താ കാന്താരി, പേടിപ്പനി പിടിച്ചാണോ? അതെ, എന്റെ കിസ് കിട്ടിയതിന്റെ ഷോക്കാണോ? അവൻ തൊട്ടടുത്ത് വന്നതും വേദ ഞെട്ടി എഴുന്നേറ്റു. രുദ്ര അവളെ നോക്കി വല്ലാതെ ഒന്ന് ചിരിച്ചു. ആ നോട്ടത്തിൽ അവൾക്ക് ചുംബനത്തിന്റെ ഓർമ്മകൾ വീണ്ടും തെളിഞ്ഞു. അവൾ ഭയത്തോടെ തന്റെ ചുണ്ടുകൾ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. എന്തിനാ ഇത്ര പേടിക്കുന്നത്? ചുണ്ട് മറച്ചു പിടിച്ചാൽ എന്താ? ഇനി എത്രയോ സ്ഥലമുണ്ട് ഉമ്മ വയ്ക്കാൻ. ആൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. രുദ്രൻ പെട്ടെന്ന് അവളെ കൂടുതൽ ചേർത്തു പിടിച്ച് അവളുടെ നെറ്റിയിലും കവിളിലും മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടി. ഇവിടെയൊക്കെ ഞാൻ ഉമ്മ വെക്കും. പെട്ടെന്ന് വേദ വിറച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി. നേരെ ഇറങ്ങി വന്ന് ഗുളികയുമായി വന്ന അമ്മയുടെ മുന്നിലേക്കാണ്. അമ്മ അത്ഭുതത്തോടെ നോക്കി ചോദിച്ചു, എന്താ വേദ, ഇപ്പോഴല്ലേ വയ്യാതെ കിടന്ന്, ഇത്ര പെട്ടെന്ന് അസുഖം മാറിയോ? അപ്പോഴേക്കും പിന്നാലെ വന്ന രുദ്ര അമ്മയോട് പറഞ്ഞു, അതൊക്കെ ശരിയായി ആൻറ്റി. എൻ്റെ കയ്യിലൊരു സ്പെഷ്യൽ മരുന്നുണ്ടായിരുന്നു, ഞാനത് കൊടുത്തപ്പോൾ എല്ലാം ശരിയായി. അമ്മ അത് കേട്ട് ഒന്നൊരാ ചിരിച്ചു. അത് ഏതായാലും നന്നായി. എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മാറി? അത് ഏത് മരുന്നാ മോനെ, എവിടുന്നാ വാങ്ങിയത്? രുദ്രൻ വേദയെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു, ആൻറ്റി അത് പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല, ഞാൻ തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. വേദയാവട്ടെ രുദ്രന്റെ ആ തള്ളും കള്ളച്ചിരിയും കണ്ട നാണവും ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോളേജിൽ എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ട്രിപ്പിന്റെ സമയം വന്നെത്തി. മൂന്നാറായിരുന്നു തെരഞ്ഞെടുത്തത്. കൂട്ടിന് രുദ്രനും ഉണ്ടായിരുന്നു. രുദ്രനുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ വേദയുടെ ഉള്ളിൽ ഒരു ചെറിയ വിറയൽ തോന്നിയിരുന്നു. മൂന്നാറിലെത്തിയ ആദ്യ ദിവസം വേദയ്ക്ക് വല്ലാത്ത ആഘോഷമായിരുന്നു. എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചും പാട്ടുപാടിയും അവരാ ദിവസം മനോഹരമാക്കി. എന്നാൽ രണ്ടാം ദിവസം സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ എല്ലാവരും റെഡിയായപ്പോൾ വേദയ്ക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. മൈഗ്രെയിൻ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടി അവൾ. നിങ്ങൾ പോയിക്കോ, എനിക്കിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റൂമിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും വണ്ടിയിൽ കയറി പുറപ്പെട്ടപ്പോൾ രുദ്രൻ പെട്ടെന്ന് വേദയെ തിരഞ്ഞു. വേദ എവിടെ? ആള് വരുന്നില്ലേ? സർ, അവൾക്ക് മൈഗ്രെയിനാ, അതുകൊണ്ട് റൂമിൽ കിടക്കുക. ഒരു സുഹൃത്ത് മറുപടി നൽകി. അതേസമയം ഹോട്ടൽ മുറിയിൽ തനിച്ചായിരുന്ന വേദക്ക് തലവേദന സഹിക്കാൻ വയ്യാതെ വന്നു. അവൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ ജ്യൂസുമായി വന്നു. അത് കുടിച്ച വേദക്ക് പെട്ടെന്ന് ബോധം മങ്ങി. ആ ജ്യൂസിൽ ഉറക്കഗുളിക കലർത്തിയിട്ടുണ്ടായിരുന്നു. ബോധം നഷ്ടപ്പെട്ട് കിടക്കിലേക്ക് വേദ വീണു. അല്പസമയത്തിനുള്ളിൽ ആ ഹോട്ടൽ ജോലിക്കാരൻ പതിയെ റൂം തുറന്ന് അകത്തേക്ക് കയറി. ആൾ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ വല്ലാത്ത ആസക്തി ഉണർന്നു. പെട്ടെന്ന് തന്നെ അവനവളുടെ ടോപ്പ് ഊരി മാറ്റി. വേദക്ക് സുഖമില്ലെന്ന് കേട്ടപ്പോൾ അസ്വസ്ഥനായ രുദ്രൻ കറങ്ങാൻ പോവാതെ ഹോട്ടൽ മുറിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരുന്നു. ഹോട്ടലിലെത്തി രുദ്രൻ നേരെ വേദയുടെ റൂമിലേക്ക് ഓടി. വാതിൽ ഒരുപാട് മുട്ടിയിട്ടും മറുപടി ഇല്ലാത്തതുകൊണ്ട് അവൻ ബലമായി വാതിൽ തള്ളി തുറന്നു. ആകത്തെ കാഴ്ച കണ്ട് രുദ്രന്റെ ശരീരം ഉറച്ചു. അബോധാവസ്ഥയിൽ അർത്ഥനഗ്നയായി കിടക്കുന്ന വേദയെയും അവളിലേക്ക് ചായാൻ തുനിഞ്ഞ ആ ജോലിക്കാരനെയും കണ്ടതും രുദ്രൻ ഒരു അലർച്ചയോട് അവർ നേരെ പാഞ്ഞു. ആ ജീവനക്കാരനെ പിടിച്ച് തറയിലിട്ട് അവൻ ആവോളം തള്ളി. രുദ്രന്റെ ശ്രദ്ധ വേദയിലേക്ക് തിരിഞ്ഞപ്പോൾ ഹോട്ടൽ ജീവനക്കാർ അവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. അബോധാവസ്ഥയിൽ അർത്ഥനഗ്നയായി കിടക്കുന്ന അവളെ കണ്ടപ്പോൾ രുദ്രൻ പെട്ടെന്ന് തിരിഞ്ഞെന്ന് അവന്റെ ഷർട്ട് അഴിച്ച് അവളുടെ ശരീരത്തിലേക്ക് ഇട്ടു. പുതപ്പൊക്കെ അലക്കാനായി നേരത്തെ സ്റ്റാഫ് വന്നുകൊണ്ടുപോയതുകൊണ്ട് അവളെ മറക്കാൻ പുതപ്പൊന്നും അവന് കിട്ടിയില്ല. രുദ്രൻ കുറച്ച് വെള്ളമെടുത്ത് വേദയുടെ മുഖത്തേക്ക് ഒഴിച്ചു. വേദയുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. ചുറ്റുമുള്ള കാഴ്ചകൾ അവൾക്ക് മങ്ങിത്തോന്നി തുടങ്ങി. തലയിൽ വലിയൊരു ഭാരം അനുഭവപ്പെട്ട് അവൾ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് തന്റെ ശരീരം അർത്ഥനഗ്നമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ഭയവും സങ്കടവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളിൽ നിന്ന് ഊർന്നു വീഴാൻ പോയ രുദ്രന്റെ ഷർട്ട് അവൾ മുറുകെ പിടിച്ച് ശരീരം മറച്ചു. മുറിയിലെ അവസ്ഥ കണ്ടപ്പോൾ അവൾ ആകെ വിറച്ചുപോയി. തന്റെ മുന്നിൽ ഷർട്ടില്ലാതെ വിയർത്തി നിൽക്കുന്ന രുദ്രൻ അവൾ ഒരു നിമിഷം തരിച്ചെന്ന് പോയി. താൻ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ രുദ്രൻ തന്നെ എന്തോ ചെയ്തെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. കണ്ണുനീരൊലിച്ചിറങ്ങുന്ന മുഖവുമായി അവൾ അവനെ നോക്കി. സർ, എന്താ നിങ്ങൾ ഈ കാണിച്ച്? നിങ്ങൾ ഇത്രക്ക് തരംതാളവനാണോ? എന്നെ ഉറക്കിക്കെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ തൊടുമ്പോഴൊക്കെ ഞാനതിന് വഴങ്ങി തന്നേ, നിങ്ങളെ പേടിച്ചിട്ടല്ല. എനിക്ക് നിങ്ങൾ അത്രയധികം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാ. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ സ്നേഹിച്ചു വിശ്വസിച്ചു നിങ്ങളെപ്പോലെ ഒരാളെയാണെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുക. രുദ്രൻ സ്തംഭിച്ച് നിന്നു. താൻ അവളെ രക്ഷിക്കാൻ പാടുവിട്ടതെല്ലാം അവൾ തെറ്റിദ്ധരിച്ചെന്നവന് മനസ്സിലായി. അവരെന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് മുറിയിൽ ആരോ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വേദയും രുദ്രനെ ഒരുപോലെ ഞെട്ടി. രുദ്രൻ ഒട്ടും സമയം കളയാതെ നിലത്ത് വീണ് കിടന്നിരുന്ന വേദയുടെ വസ്ത്രം തപ്പിപ്പിടിച്ച് അവൾക്ക് നേരെ നീട്ടി. വേഗം ഡ്രസ്സ് എടുത്തിട്ട്. വേദ ദേഷ്യത്തോടെയാണെങ്കിൽ അത് വാങ്ങി ധരിച്ചു. രുദ്രൻ തന്റെ ഷർട്ട് വേഗത്തിലെടുത്ത് ധരിച്ചു. വാതിൽ തുറന്ന മുന്നിൽ കണ്ട പോലീസുകാരെയാണ്. അവരുടെ മുഖത്ത് സംശയത്തിന്റെ നിഴലുകളുണ്ടായിരുന്നു.
പോലീസ് ഓഫീസർ ഗൗരവത്തോടെ ചോദിച്ചു. രണ്ടുപേരും കൂടി എന്താ അവിടെ പരിപാടി? ആരെ ഇവള്? രുദ്രൻ ഒട്ടും പതറിയില്ല. അവൻ വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൃഢമായ ശബ്ദത്തിൽ പറഞ്ഞു, ഇവള് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് സാർ. എന്റെ സ്റ്റുഡന്റും കൂടിയാണ്. കോളേജിൽ നിന്ന് ട്രിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന. ആ മറുപടി കേട്ടത് വേദ അമ്പരപ്പോടെ രുദ്രൻ നോക്കി. ഇതൊന്നും സത്യമായിരിക്കില്ല സാറേ, എല്ലാം ഊടായിപ്പാ, കാശിന് വേണ്ടി വന്നാവും. ഇവളൊക്കെ തൂക്കിയെടുത്ത് അകത്തിടണം. ഒരു പോലീസുകാരൻ പരിഹാസത്തോടെ പറഞ്ഞപ്പോൾ രുദ്രന്റെ രക്തം നിലച്ചു. രുദ്രൻ ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്നു. ദേ, വെറുതെ ഇവളെ കുറിച്ച് അനാവശ്യം പറയരുത്. ഒരാണും പെണ്ണും വിവാഹത്തിന് മുമ്പ് ഒന്നിച്ചൊരു ഹോട്ടൽ മുറിയിൽ ഇരിക്കാൻ പാടില്ലെന്ന് ഇന്ത്യയിലെ ഏത് നിയമത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? പോലീസുകാരന് രുദ്രന്റെയും മറുപടി തീരെ പിടിച്ചില്ല. ഓ, നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വരുവാണോട്ടാ? വേണേ, നിന്റെ അച്ഛൻ്റെ നമ്പറാ, ഞാൻ വിളിച്ചു നോക്കട്ടെ. വീട്ടുകാരുടെ അറിവോടെയാണ് ഈ അഴിഞ്ഞാട്ടെന്ന് അറിയണല്ലോ. അയാൾ വേദയുടെ നേരെ ആക്രോശിച്ചു. ആ വാക്കേട്ടതും വേദ ഭയന്ന് വിറച്ചുപോയി. എന്നാൽ രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, വേദ, നീ പേടിക്കണ്ട, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാനില്ല. പോലീസുകാരൻ ഫോണെടുത്ത് വേദയുടെ അച്ഛനെ വിളിച്ച് സ്പീക്കറിലിട്ടു. വേദയുടെ അച്ഛൻ ഫോണെടുത്തു വളരെ മോശമായ ഭാഷയിൽ പോലീസുകാരൻ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളെ മകളെ ഏതോ ഒരുത്തന്റെ കൂടെ ഹോട്ടൽ റൂമിൽ കിടന്ന് അഴിഞ്ഞാടുകയായിരുന്നു. ഇതിനാണോ നിങ്ങൾ അവളെ വളർത്തിവിട്ട്? മാധവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവള് രുദ്രന്റെ കൂടെയാണോ? രുദ്രൻ വളരെ ശാന്തയോടെ മറുപടി പറഞ്ഞു. അതെ സർ, അവൾ എന്റെ കൂടെയാ. അവൾക്ക് തലവേദനയോണ്ട് ഇന്ന് മുറി തന്നെ ഇരുന്ന, ഞാൻ കൂട്ടിയിരുന്നായിരുന്നു. പെട്ടെന്ന് പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഓരോ ഉടായി പിടിയും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും കള്ളം തന്നെയാണ് പറയാറ്. പെൺമക്കളെ ഇങ്ങനെ അഴിച്ചുവിട്ട് ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത്. ഞങ്ങൾ എന്തായാലും സ്റ്റേഷനിലേക്ക് വരെ കൊണ്ടുപോയാ, ബാക്കി അവിടെ വെച്ച് ചോദ്യം ചെയ്യാം. എന്റെ മോളെ കുറിച്ച് ഇനി ഒരു വാക്ക് അനാവശ്യമായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ, ആണും പെണ്ണും ഒന്നിച്ചിരിക്കുന്ന കണ്ട ഉടനെ സദാചാരം പറഞ്ഞ് ചാടി ഇറങ്ങിക്കോളും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിയമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ട് കൊല്ലന്നാരായി. അവൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആരുമായിട്ട് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും അവകാശമുണ്ട്. അതിന്റെ പേരിൽ കേസെടുക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല. പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു തരം ഉപദ്രവ. എന്റെ പഴയ സ്റ്റുഡന്റ് ലിസ്റ്റില് IAS ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഹൈക്കോർട്ടിലെ മുന്തിയ വക്കീലന്മാരൊക്കെ ഉണ്ട്. ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, അവരാരും എനിക്ക് വേണ്ടി ഓടിയെത്തും. അത് വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. എന്റെ മോൾക്കെങ്ങാനും വേദനിച്ചാ ഞാൻ അതും നോക്കി മിണ്ടാതിരിക്കില്ല. ദൈവത്തിനാണേ. ഫോൺ സ്പീക്കറായിരുന്നുകൊണ്ട് രുദ്രനും വേദയ്ക്കും മാധവം പറഞ്ഞ് വ്യക്തമായി കേൾക്കാമായിരുന്നു. അല്പം മുമ്പ് ഒരു അഹങ്കാരത്തോടെ സംസാരിച്ചിരുന്ന പോലീസ് ഓഫീസർ അസ്വസ്ഥനായി തന്റെ സഹപ്രവർത്തകനെ നോക്കി. ആരും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിരുന്നു അത്. തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് വേദയെയും രുദ്രനെയും ചോദ്യം ചെയ്താൽ കുഴപ്പങ്ങളുണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ പരിങ്ങളോട് അവർ അവിടെ നിന്ന് പിന്മാറാൻ തുടങ്ങി. പോലീസുകാർ കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. വാതിലടഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. വേദ വലിയൊരു ആശ്വാസത്തോടെ കട്ടിലേക്ക് ഇരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മാധവൻ ദേഷ്യപ്പെടുമെന്ന് രുദ്രൻ കരുതിയിരുന്നെങ്കിലും അവനെ അമ്പരപ്പിച്ചുകൊണ്ട് മാധവൻ വളരെ ശാന്തനായാണ് പെരുമാറിയത്. മാധവൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ വേദയുടെ ജാതക പ്രകാരം പിന്നെ 28 വയസ്സ് കഴിയണം. അതുകൊണ്ട് വെച്ച് നീട്ടണ്ട, നമുക്ക് വേഗം നടത്താം. അച്ഛൻ്റെ ഈ തീരുമാനത്തിന് വേദ മറുത്തൊന്നും പറഞ്ഞില്ലെങ്കിലും ആളുടെ ദേഷ്യട്ടും കുറഞ്ഞിരുന്നില്ല. വിവാഹം ഉറപ്പിച്ച ആ ദിവസങ്ങളിൽ രുദ്രൻ പലതവണ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വേദ അവനെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. അവൾ അവനോടൊരു അക്ഷരം മിണ്ടിയില്ല. രുദ്രൻ വരുന്ന കണ്ടാൽ അവൾ ഉടൻ തന്നെ സ്ഥലം വിടും. രുദ്രന്റെ സ്നേഹപ്രകടനങ്ങളോ അവൻ നൽകിയ വിശദീകരണങ്ങളോ അവൾ ചെവിക്കൊണ്ടില്ല. അച്ഛന്റെ നിർബന്ധത്താലും രുദ്രന്റെ കുടുംബത്തിന്റെ തീരുമാനത്തിനാലും 1 മാസത്തിനുള്ളിൽ തന്നെ വിവാഹം നടന്നു. ആ കല്യാണ പന്തലിൽ വധുവായിട്ടിരിക്കുമ്പോൾ വേദയുടെ മുഖത്ത് രുദ്രനോട് ഒരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല. രുദ്രൻ പലപ്പോഴും അവളോട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും വേദയുടെ ആ തണുത്ത മൗനം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ആദ്യരാത്രിയുടെ ആ നിശബ്ദതയിൽ വേദയുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെ ആ മുറിയിൽ മുഴങ്ങി. ഭർത്താവിന്റെ അവകാശം പറഞ്ഞ് തൊടാൻ ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ റേപ്പിസ്റ്റാ. അന്ന് ആ ഹോട്ടൽ മുറിയിൽ എന്നെ ഉറക്കി കിടത്തിയിട്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തെന്ന് ആർക്കറിയാം. ആളുടെ ആ വാക്കുകൾ കേട്ടത് അവന്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടു. നിർത്തണി, നിന്റെ ഒരു റേപ്പ്. നീ വീഡിയോ കണ്ടു നോക്ക്. ഇത്രയും ദിവസമായി നിന്നെ കാണിക്കാൻ പിന്നാലെ നടക്കുക. പക്ഷെ നീ ഒന്ന് കേൾക്കാനെങ്കിലും തയ്യാറായോ? ദേഷ്യത്തോടെ അവൻ തന്റെ ഫോൺ വേദയുടെ നേരെ നീട്ടി. അതിൽ ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളായിരുന്നു. ദേഷ്യത്തോടെയാണെങ്കിലും വേദ വീഡിയോയിലേക്ക് കണ്ണോടിച്ചു. തന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്ന ഹോട്ടൽ ജീവനക്കാരനെയും പിന്നാലെ പരിഭ്രമത്തോടെ ഓടിക്കയറുന്ന രുദ്രനെയും പിന്നീട് ആ ജീവനക്കാരെ അവിടുന്ന് ഓടിപ്പോകുന്ന അവൾ കണ്ടു. നിന്നെ സംരക്ഷിക്കാൻ മാത്ര അന്ന് ഞാൻ ശ്രമിച്ചു. നിന്റെ അച്ഛന്റെ പഴയൊരു കൊളീഗ് ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ. പരീക്ഷാ പേപ്പർ ചോർത്തി കൊടുത്തതിന് നിന്റെ അച്ഛൻ റിപ്പോർട്ട് ചെയ്തപ്പോ അയാളുടെ ജോലി പോയി. ആ പകയിൽ നിന്നെ അവിടെ വെച്ച് കണ്ട് തിരിച്ചറിഞ്ഞപ്പോ ആ ജീവനക്കാരന് പൈസ കൊടുത്ത് നിന്നെ ദ്രോഹിക്കാൻ പറഞ്ഞ അയാളാ. പോലീസിനെ സ്വാധീനിച്ച് നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചു അതേ ആള് തന്നെയാ. അല്ലാതെ ഞാനല്ല ഇതൊന്നും ചെയ്ത്. ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അവർ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വേദയുടെ കണ്ണുകൾ ആ വീഡിയോയിൽ രുദ്രന്റെ വേദന നിറഞ്ഞ മുഖത്തും മാറി മാറി അലഞ്ഞു. തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ മനുഷ്യന്റെ ഹൃദയമാണ് താൻ ഇത്രയും നാൾ മുറിപ്പെടുത്തിയെന്ന ബോധ്യം അവളെ തളർത്തി. എന്തായാലും നീ എനിക്ക് റേപ്പിസ്റ്റ് എന്നുള്ള പേര് ചാർത്തി തന്നല്ലേ, വെറുതെ എന്തിനാ ഇല്ലാത്ത കാര്യത്തിൽ ഞാൻ പഴി കേൾക്കുന്നത്? അപ്പൊ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. അവനവളുടെ അടുത്തേക്ക് തീക്ഷ്ണമായ നോട്ടത്തോടെ നടന്നു. ആൾ പിന്നോട്ട് നീങ്ങിയെങ്കിലും ഒടുവിൽ ചുമരിൽ തട്ടി നിന്നു. രുദ്രൻ അവിടെ ഇരുവശങ്ങളുമായി രണ്ട് കൈകളും ചുമരിൽ കുത്തി. അവന്റെ ശ്വാസത്തിന്റെ ചൂട് അവളുടെ മുഖത്ത് തട്ടി. വിറക്കുന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു, എനിക്കറിയായിരുന്നു നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഞാൻ ദേഷ്യത്തിലും സങ്കടത്തിലും അറിയാതെ പറഞ്ഞു പോയതാ, സോറി. അവളുടെ കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അവളുടെ ആ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ ദേഷ്യം അലിഞ്ഞുപോയി. അവൻ തന്റെ കൈകൾ ചുമരിൽ നിന്ന് മാറ്റി അവളുടെ തോളിൽ പതിയെ പിടിച്ചു. വേദ, ഞാൻ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് നിന്റെ പൂർണ്ണമായ സമ്മതത്തോടെ മാത്രം. അവൻ അവളിൽ നിന്ന് റെഡി അകന്നു മാറി. പക്ഷെ അവൾ മേലെ രുദ്രന്റെ ഷർട്ടിൽ പിടിച്ച് അവൻ അടുത്ത് നിർത്തി. രുദ്രേട്ടാ, ലൈറ്റ് ഒന്ന് ഓഫാക്കാമോ? രുദ്ര ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്താ വേദ പെട്ടെന്ന് ഇത്ര തിരക്ക്? ലൈറ്റ് ഓഫ് ആകാൻ പറയുന്നതിന് പിന്നിൽ വല്ല പ്രത്യേക ഉദ്ദേശം ഉണ്ടാവും? വേദ നാണത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രുദ്രേട്ടാന്ന് വിളിച്ചിട്ട് നിങ്ങൾക്കെന്താ റിയാക്ഷൻ ഇല്ലാത്ത? സാധാരണ സാരെന്ന് വിളി മാറ്റി ആദ്യമായിട്ട് ഏട്ടാന്ന് വിളിക്കുമ്പോൾ ആണുങ്ങൾക്ക് ഭയങ്കര ഫീലിങ്സ് വരുന്നില്ലേ എല്ലാവരും പറയുന്നേ? രുദ്രൻ കുസൃതിയോടൊന്ന് ചിരിച്ചു. അതൊക്കെ ഭയങ്കര ക്ലീശയല്ലേ വേദ, നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഏതായാലും ഇന്ന് ഞാൻ നിന്നെ കൊണ്ട് രുദ്രേട്ടാന്ന് നല്ലോണം വിളിപ്പിക്കും. വേദാവിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ശരി, ആദ്യം പോയി ലൈറ്റ് ഓഫ് ആക്കുക. ഇനി നിങ്ങൾ കാണിച്ചു വിട്ടാൽ പോകുന്ന ഇവിടെ വിവരിക്കാൻ പറ്റില്ലല്ലോ. എഡിറ്റർക്ക് സെൻസർ ചെയ്യാനുള്ള പണി കൂട്ടണ്ടല്ലോ. വെറുതെ എന്തിനാ അവരെ കൊണ്ട് കത്രിക ഒപ്പിക്കുന്നത്? അതുകൊണ്ട് തൽക്കാലം നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. അല്പസമയത്തിന് ശേഷം വീണ്ടും ലൈറ്റ് ഓണായി. ആ തളർച്ചയുടെയും സന്തോഷത്തിന്റെയും നിമിഷത്തിൽ രുദ്രനെ നെഞ്ചിൽ തലയാഴ്ച ഇടുന്നുകൊണ്ട് വേദ ചോദിച്ചു. രുദ്രേട്ടന് എപ്പോഴും എന്നോട് പ്രണയം തോന്നി തുടങ്ങിയത്? രുദ്രൻ അവിടെ മുടികളിൽ തലോടിക്കൊണ്ട് മറുപടി പറഞ്ഞു. അന്ന് ട്രെയിൻ യാത്രയിൽ നീണ്ട ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരുന്നു. ഞാൻ ഫോണിൽ എന്തോ നോക്കിയായിരുന്നു. പെട്ടെന്ന് മുകളിലെ ബർത്തിൽ വെച്ചിരുന്ന ബാസ്ക്കറ്റ് തട്ടി പറഞ്ഞ് അതിലുണ്ടായിരുന്ന ഫ്ലവേഴ്സ് താഴേക്ക് വീണു. അപ്പോഴാണ് ഞാൻ മുഖുയർത്തി നോക്കിയത്. ഞാൻ നിന്നെ ആദ്യമായിട്ട് അന്ന് കാണുക. കാറ്റിൽ നിന്റെ മുടിയിഴകൾ ഇങ്ങനെ മുഖത്തേക്ക് വീണ് പറക്കുന്നുണ്ടായിരുന്നു. അവിടെ ആരോ ഇപ്പോൾ ഫോണിൽ തട്ടത്തിന്മറയിലെ BGM റീൽസ് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഫസ്റ്റ് സൈറ്റിൽ എൻ്റെ ഹൃദയത്തിൽ എന്തോന്ന് സംഭവിച്ചു. അന്ന് തുടങ്ങിയതാ നിന്നെ പ്രണയിക്കാൻ. വേദ സത്യം പറ, നിനക്ക് ശരിക്കും എന്നോട് പ്രണയം തോന്നി എപ്പോഴാണ്? വേദം ചിരിച്ചു. എന്നിട്ട് കണ്ണുകളിൽ കുസൃതിയോടെ അവർ നോക്കി പറഞ്ഞു. അതൊന്ന് ഗസ് ചെയ്ത് നോക്ക്. രുദ്രന്ന് ആലോചിച്ചു. ട്രെയിനിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ചപ്പോഴാണോ, അതോ വീട്ടിൽ വെച്ചോ, അതല്ലെങ്കിൽ കോളേജിൽ വെച്ചാണോ? ഭദ്ര ഓരോന്നായി ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വേദ എല്ലാം തലയാട്ടി അല്ല എന്ന് പറഞ്ഞു. അവസാനം അവൾ പറഞ്ഞു, പോണ്ടിച്ചേരി വെച്ച്. രുദ്ര അത്ഭുതത്തോടെ കണ്ണുകൾ വിടത്തി ചോദിച്ചു. പോണ്ടിച്ചേരിയിലോ? അതെങ്ങനെ? വേദ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അച്ഛനവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ വന്നിരുന്നു. അവിടെ വെച്ചാ ഞാൻ രുദ്രനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തന്നെ എനിക്ക് വലിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വീട്ടിൽ വരുമ്പോഴേക്ക് രുദ്രനെ കുറിച്ച് പറയും, ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണെന്ന്. അങ്ങനെ ആ ക്രഷ് കൂടി വന്ന് അസ്ഥിക്ക് പിടിച്ച പ്രേമായി. രുദ്രേട്ടൻ എന്ന ട്രെയിനിൽ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ടാ ഞാനതിൽ വന്ന്. അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയായിരുന്നു എനിക്ക് രുദ്രേട്ടനെ വലിയ ഇഷ്ടമാണെന്ന്. പക്ഷെ അച്ഛൻ കർശനായിട്ട് പറഞ്ഞിരുന്നു, പുറകെന്ന് ശല്യപ്പെടുത്താൻ പാടില്ല, അവന് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആലോചിക്കാമെന്ന്. പിന്നെ അച്ഛൻ രുദ്രേട്ടനോട് വീട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞു. എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ കൂടുതൽ അവസരം കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. രുദ്രൻ അത് കേട്ട് അമ്പരന്ന് പോയി. അപ്പൊ അമ്മന്ന് എന്നോട് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു? അതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടതാ. വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടി കാന്താരി മുളകേ, ഫാമിലി മൊത്തം മാസ്റ്റർ പ്ലാനിങ് ആയിരുന്നല്ലേ? ഞങ്ങൾ പെൺപിള്ളേർക്ക് പ്രേമത്തിന് വേണ്ടി എഫേർട്ട് എടുത്തൂടെ? നിങ്ങൾ ആണുങ്ങൾക്ക് പാടില്ലൊന്നുണ്ടോ? പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ഈ കരിപ്പിൻ്റെ അടുത്ത് കാന്തേരായി നിന്നിട്ട് കാര്യമുള്ളതെന്ന് അറിയാവുന്നുണ്ടാ. തൊട്ടാവാടി പെൺപിള്ളേരോട് രുദ്രേട്ടനോട് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. പിന്നെ ഈ പുറകെ നടക്കുന്ന ടൈം ആണുങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് പ്രേമിക്കാൻ തുടങ്ങിയാൽ കിട്ടിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ ഞാൻ ഇത്രയും നാളെ പിടിയരാണ്ടിരുന്നു. രുദ്രൻ അത്ഭുതത്തോടെ അവൾ ചേർത്ത് പിടിച്ചു. താൻ അറിയാതെ തന്നെ തനിക്ക് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ വേദ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞു. അടുത്ത ദിവസം രാവിലെ വേദയും വിവേകും അച്ഛനും അമ്മയും ചേർന്ന് ഹാളിൽ സംസാരിക്കുകയായിരുന്നു. രുദ്ര മുകളിലത്തെ മുറിയിലായിരുന്നു. പെട്ടെന്നാണ് വീടിന്റെ ഗേറ്റ് കടന്ന് ഒരു നീല നിറത്തിലുള്ള കാർ വന്ന് മുറ്റത്ത് നിന്ന്. കാർ ഡോർ തുറന്ന് സ്റ്റൈലിഷായ ഒരാൾ പുറത്തിറങ്ങി. അവനെ കാണുന്നത് വിവേക് കൗതുകത്തോടെ മാധവനോട് ചോദിച്ചു. അങ്കിൽ ഇത് നിങ്ങളുടെ പെങ്ങടെ മോനല്ലേ, അമേരിക്കയിൽ ജോലി ചെയ്യുന്ന കാശിനാഥൻ? വേദയെ കുഞ്ഞിലേവിന് വേണ്ടി വിവാഹം ഉറപ്പിച്ചു വെച്ചല്ലേ, ഇനി വല്ല പ്രശ്നം ഉണ്ടാകുമെന്നാണോ? ആദ്യത്തേക്ക് കയറി വന്നു കാശിനാഥൻ ഒരു നിമിഷം പോലും കളയാതെ വേദയുടെ നേരെ തിരിഞ്ഞു. വേദ, ഒന്ന് പുറത്തേക്ക് പോവാം, ഐ വാണ്ട് ടോക്ക് വിത്ത് യു. കാശി വേദയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. മുകളിൽ നിന്ന് അപ്പോഴാണ് രുദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നത്.
മുറ്റത്ത് തന്റെ ഭാര്യയുടെ കൈ പിടിച്ച് നിൽക്കുന്ന അഭിജിത്തിനെ കണ്ടതും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദേഷ്യത്തോടെ രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. രുദ്രനെ കണ്ടതും കാശി ഒന്ന് ചിരിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അളിയ റിലാക്സ്, ഐ ആം നോട്ട് എ വില്ലൻ. ട്രാങ്ക് മാറ്റ്. ഞാൻ വേറൊരു ഗസ്റ്റ് റോളിൽ വന്നാ. ഇനിയൊരു വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഥകളിൽ സമയമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അപ്പോഴേക്ക് എല്ലാവരും പുറത്തേക്ക് വന്നിരുന്നു. കാശിനാഥൻ പറഞ്ഞു, എല്ലാവരും കൂടി വന്നേ, നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാം. വിവേക് ഫോട്ടോ എടുക്കാൻ മുമ്പിൽ കയറിയിരുന്നു. കാശി അവൻ നോക്കി പറഞ്ഞു, വിവേക്, മെയിൻ ഹീറോ ആയ ഞാനിവിടെ നിൽക്കട്ടെ, നീ സൈഡ് ഹീറോ അല്ലേ, പോയി സൈഡിൽ നിൽക്ക്. വിവേക് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എടാ, ഞാൻ കഥയുടെ തുടക്കത്തിലും തലകാണിക്കാനെങ്കിലും ഉണ്ടായിരുന്നു, നീ ക്ലൈമാക്സിൽ വലിഞ്ഞേറി വന്നിട്ട് മെയിൻ ഹീറോ ആവാൻ നോക്കുന്നോ? കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആര് പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് വന്നേന്ന്? ഞാൻ തുടക്കം മുതൽ ഈ കഥയിലുണ്ട്. വേദ ആദ്യം തന്നെ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. രുദ്രന്റെ ഫ്രണ്ട് ഹരി എന്റെയും ഫ്രണ്ടാ. ഹരി വഴി രുദ്രൻ വരുന്ന ട്രെയിനിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് വേദക്ക് ട്രെയിനിൽ രുദ്രന്റെ ഓപ്പോസിറ്റ് സീറ്റ് ബുക്ക് ചെയ്ത് കൊടുത്ത് ഞാനാ. വേദയുടെ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ രുദ്രന്റെ CV അങ്ങോട്ട് അയച്ച് ജോലി സെറ്റാക്കിയത് ഞാനാ. വേദക്ക് ടിപ്സ് പറഞ്ഞു കൊടുത്ത് കാന്താരി കോൺസെപ്റ്റ് പഠിപ്പിച്ചു വിട്ടപോലും ഈ ഞാനാ. ട്രെയിനിൽ ഇവിടെ സീറ്റിന്റെ മുകളിലെ ബേർത്തില് എന്റെ ഫ്രണ്ടിനെ സെറ്റ് ചെയ്ത് ഫ്ലോറേഴ്സ് താഴേക്ക് ഇടാൻ പറഞ്ഞു. വേദയുടെ മുടി വറക്കുന്ന ആ വിൻഡ് എഫക്റ്റിന് വേണ്ടി അവളുടെ സീറ്റിന് മുകളിൽ പ്രത്യേകം ഫാന് സെറ്റ് ചെയ്യിപ്പിച്ചു. തട്ടത്തിയം മറയത്തിലെ BGM ഇടാൻ പറഞ്ഞ ഞാൻ തന്നെയാ. അപ്പൊ ഈ കഥയിലെ മെയിൻ ഹീറോ ആരാ? കാശിനാഥനാണോ അതോ രുദ്രനാണോ? ഈ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും അന്തം വിട്ടുപോയി. ഇത്രയൊക്കെ പ്ലാനിങ് പുറകിൽ നടന്നിരുന്നെന്ന് അവരറിഞ്ഞില്ലായിരുന്നു. വിവേക അത്ഭുതത്തോടെ കാശിയെ നോക്കി. എന്നാലും കുഞ്ഞുനാൾ തൊട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന പെണ്ണിനെ അവളുടെ മനസ്സറിഞ്ഞപ്പോൾ വേറെ ആൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ നിനക്ക് തോന്നിയല്ലോ. നിനക്ക് വലിയ മനസ്സാണ് കാശി. കാശി ഉടനെ തന്നെ വിവേകനെ തടഞ്ഞു. നീ പിന്നെയും ട്രാക്ക് മാറ്റ്. ഇതെല്ലാം ഞാൻ ചെയ്തവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. അവൻ തന്റെ കാറിലേക്ക് നോക്കി വിളിച്ചു, സ്റ്റെഫി ബേബി കം. കാറിന്റെ ഡോർ തുറന്നൊരു പെൺകുട്ടി പുറത്തിറങ്ങി വന്നു. കാശി അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ സ്റ്റെഫി. ഞങ്ങളുടെ പ്രണയ കഥ തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങിയതാ. പിന്നെ വേദയോട് എനിക്ക് പണ്ടേ പെങ്ങളോടുള്ള സ്നേഹം തോന്നിയിരുന്നുള്ളൂ. എന്റെ ഡാഡിയാണെങ്കിൽ പണ്ടപ്പോൾ കൊടുത്ത വാക്കിന്റെ പേരും പറഞ്ഞ് വേദയെ കെട്ടാൻ പറഞ്ഞ് ഒരൊറ്റക്കാലം നിൽക്കുമായിരുന്നു. ആ ടോർച്ചർ സഹിക്കാൻ വയ്യാതെയാ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് നാട്ടിലെ പച്ചപ്പും ഹരിതാപയൊന്നും കാണാതെ അമേരിക്ക തന്നെ മരവിച്ച് കഴിഞ്ഞ്. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വേദ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചുകൊണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ സ്റ്റെഫി ബേബിയും കൂടി സമാധാനമായിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ടാ ഇവരെ ഒന്നിപ്പിക്കാൻ ഞാൻ ഇത്രയും മെനക്കിട്ടത്. ഈ മിഷൻ കണ്ട് വിവേക് തകർന്നുപോയി. ആ കൊള്ളാട കാശിനാഥ. വിവേക് തലയിൽ കൈവച്ചിരിച്ചു. കാശി പറഞ്ഞു, കലിപ്പനും കാന്താരിക്കും നല്ല ട്രെൻഡിങ് ആണല്ലോ, അതുകൊണ്ട് ഇവരെ ഒന്നിപ്പിച്ച വൈബായിരിക്കുന്ന എനിക്ക് ആദ്യം തോന്നിയതാ. സ്റ്റെഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഇവനെന്നെ വളച്ചതേ ഷാൽമലന്റെ കലിപ്പൻ കാന്താരി ലവ് സ്റ്റോറി കേൾപ്പിച്ചിട്ടാ. ഓഫീസിൽ വെച്ച് ഇവൻ എപ്പോഴും സ്റ്റോറി കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്താ കേൾക്കുന്നതെന്ന്. അവസാനം എന്നെയും കേൾപ്പിച്ചു. അങ്ങനെയാ ഞാൻ പ്രേമത്തിൽ വീണ്. ഞാനിവനെ പ്രേമിച്ച് തന്നെ ഇവന്റെ പേര് കേട്ടിട്ടാ. കാശിയാതിന്റെ സ്റ്റോറി ആയിട്ട് ഒരു വൈബ് തോന്നി. ഇനി ഇതിനു പകരം വേറെ വല്ല ആപ്പ് ഊപ്പയായിരുന്നെങ്കിൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. തന്റെ പേരിന്റെ പ്രതാപം മനസ്സിലാക്കിയ കാശി ഒട്ടും താഴ്ന്നില്ല. അവൻ ഗമിയിൽ പറഞ്ഞു, ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് എന്റെ ഡാഡിയോട് ഭയങ്കര നന്ദിയുണ്ട്. ഗുമ്മില്ലാത്ത പേരൊന്നിടാതെ കാശിനാഥൻ എന്ന് തന്നെ പേരിട്ടല്ലോ. ഈ പേരിന്റെ ലെവൽ തന്നെ വേറെയാ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, ഇന്ന് കമന്റ് ബോക്സ് മൊത്തം ഞാൻ തൂക്കും. ഈ പേരിനോടെ എല്ലാവർക്കും ഒരു മൊഹബത്താ ഇല്ലേ? വേറെ എന്ത് പേര് വന്നാലും കാശിനാഥൻ ഇരിക്കുന്ന തട്ട് എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കും. അവന്റെ ഈ തള്ളും പറച്ചിലും കേട്ട് എല്ലാവരും ചിരിച്ചു പോയി. ഇനിയിപ്പോ എല്ലാവർക്കും ഹാപ്പി എൻഡിങ് ആയ സ്ഥിതിക്ക് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാം. എനിക്കിത് കഴിഞ്ഞ് ഷാഹുലിക്കാനൊന്ന് കാണാൻ പോണം. പുള്ളിക്കാരനാണല്ലോ എനിക്കെന്റെ പെണ്ണ് സെറ്റായത്. നേരി കണ്ടിട്ട് ഒരു താങ്ക്സ് പറയണം, കാശി നിർദ്ദേശിച്ചു. അത് കേട്ടതും വിവേക് ദയനീയമായി പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും പെണ്ണ് സെറ്റായി, ഞാൻ മാത്രം ഇങ്ങനെ മരട്ടിച്ചിരിക്കുന്ന മരട്ടി സിംഗിൾ പസങ്ക. എന്താ സിംഗിൾ പസങ്കയുടെ സാബം ഉങ്ങളെ സുമ്മാ വിടിലടാ. ഇത് കേട്ടതും കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പൊ ശരിയായി തരാം. മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുത്തേ. മോളെ അനു ഇറങ്ങി വാ. അത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയൊക്കെ കാശിയുടെ വണ്ടിയിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ആളെ കാണാൻ വിവേകിന്റെ കണ്ണു തള്ളിപ്പോയി. അത് മറ്റാരുമല്ല, താനൊരു കാലത്ത് ജീവനായി പ്രണയിച്ചിരുന്നാനും. കാശി കളിച്ചിരിയോടെ പറഞ്ഞു, അളിയാ, എന്റെ പെങ്ങൾ അനു നീയും തമ്മിൽ പണ്ട് പ്രേമത്തിലായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ തീർക്ക്. പെൺകുട്ടികൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഞാൻ വില്ലനാവനെന്ന് വരില്ല. വിവേക് വികാരാധീനായി പറയാൻ തുടങ്ങി. അതെ, 3 വർഷം മുമ്പ് ഒരു ഫാമിലി ഫംഗ്ഷൻ വെച്ചായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. അന്ന് അവളിന്ന് കണ്ടപ്പോ തന്നെ നിർത്ത് കാശി ഇടക്കേറി. അതെ, നിന്റെ ഓഞ്ഞ ലവ് സ്റ്റോറിയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനി ഇവിടെ സമയമില്ല.
ആ നിന്റെ സ്റ്റോറി വേണമെങ്കിലേ 1-ാം തീയതി ഇടാം. ഏതൊന്നാം തീയതി? എല്ലാ മാസം 1-ാം തീയതി ഉണ്ടല്ലോടാ. കാശി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അപ്പോഴേക്കും അനു വിവേകിന്റെ അടുത്തേക്ക് നടന്നു വന്നു. അനുവിനെ കണ്ടത് വിവേകിന്റെ മുഖം തെളിഞ്ഞു. ആ അങ്ങനെ എന്റെ മാമ്പൂത്തു സെറ്റായി, വിവേക ആവേശത്തോടെ പറഞ്ഞു. ആ എന്നാ പിന്നെ ആ ഫാമിലി ഫോട്ടോ അങ്ങ് എടുത്താലോ? ഫാമിലിയൊക്കെ ജോയിന്റ് ആയ സ്ഥിതിക്ക് ചില്ലിട്ട് വെക്കാം. എന്തിന്? ഫ്രൈം ചെയ്ത് വെക്കാം. തന്നെ തന്നെ. പക്ഷെ വിവേക് സമ്മതിച്ചില്ല. അതൊക്കെ പഴയ ലൈനാ. ഇപ്പോഴത്തെ പടങ്ങളൊന്നും അങ്ങനെ എല്ലാവരും കൂടി ചിരിച്ചിരിക്കുന്ന ക്ലൈമാക്സ് ഇല്ല. കാശ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഓൾ ഈസ് ഗോൾഡ് എന്നല്ലടാ. നമുക്കൊന്ന് പഴമയിലേക്ക് തിരികെ പോവാം. എല്ലാവരും കൂടി ചിരിച്ചുകൊണ്ട് പോസ് ചെയ്തു. രുദ്രനും വേദയും കാശിയും സ്റ്റെഫിയും വിവേകും അനുവും വേദയുടെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഒത്തുയർന്ന ആ നിമിഷം ഒരു മികച്ച സിനിമയിലെ ക്ലൈമാക്സ് പോലെ മനോഹരമായ ആ ഫോട്ടോയിൽ അമർന്നു. അങ്ങനെ സന്തോഷകരമായ ഒരു ക്ലൈമാക്സിലേക്ക് ഈ കഥ വിരൽ ചൂണ്ടി അവസാനിക്കുന്നു. പകച്ച് പണ്ടാറടങ്ങിപ്പോയി എൻ്റെ ബാല്യവും യൗവനവും വാർദ്ധക്യവും വരെ. പ്രേമിക്കാൻ പഠിച്ചത് ഷാഹുൽ മലയിലാണെന്ന്. എന്തായാലും കൺമിഷി നല്ലൊരു എഴുത്തുകാരിയാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള കഥകൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. കൺമിഷി കുറേ കാര്യങ്ങൾ ഈ കഥക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. കാശിനാഥൻ എന്ന പേരിനോടുള്ള ഭ്രമമൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും കാശിനാഥൻ എന്നുള്ള ടൈറ്റിൽ ഇടാറുണ്ട്. പലരും മക്കൾക്കൊക്കെ പേരിട്ടുണ്ട്. ഒരുപാട് കാശിനാഥന്മാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേരിനോട് പലർക്കും ഒരു മൊഹബത്താണ് കൺമിഷി പറഞ്ഞ പോലെ. എന്തായാലും മര്യാദക്കുള്ള സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തിരുന്ന എൻ്റെ കൂടി ഈ കഥയിലേക്ക് വലിച്ചഴിച്ചിട്ടുണ്ട്. എന്തായാലും 2 വാക്ക് എന്തെങ്കിലും കമൻ്റ് ഇട്ട് പോകട്ടോ. എനിവേ താങ്ക് യു.